ഹൊറൈസ് വാൽപോൾ എന്ന് പറയുന്ന ചിന്തകൻ പറയുന്നു, ദിസ് വേൾഡ് ഈസ് എ കോമഡി ഫോർ ദോസ് ഹു തിങ്ക്, ബട്ട് ദിസ് വേൾഡ് ഈസ് എ ട്രാജഡി ഫോർ ദോസ് ഹു ഫീൽ. അപ്പോൾ ചിന്തിക്കുന്നവർക്ക് ഈ ലോകം ഒരു കോമഡിയെ ആയിട്ടേ ഉള്ളൂ, എന്നാൽ കൂടുതൽ വികാരഭരിതരാകുന്നവർക്ക് ഈ ലോകം ദുഃഖകരമായിരിക്കും എന്ന് പറയുന്നു. കഴിഞ്ഞ മാസമാണ് യു.പിയിലെ ഗാസിയാബാദ് എന്ന് പറയുന്ന സ്ഥലത്ത് 3 ടീനേജ് സഹോദരിമാർ അവരുടെ ഫ്ലാറ്റിൻ്റെ 9ാം നിലയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ മാതാപിതാക്കന്മാർ അവരെ ഫോൺ കാണാൻ അനുവദിച്ചില്ല. അവരെ കൊറിയൻ ഗെയിംസിന് അടിമകളായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് അവർ സ്കൂളിലും കോളേജിലും പോകുന്നില്ല. അതിലെ മനം നൊന്താണ് അവർ താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തത്. നമുക്കറിയാം, മൊബൈൽ ഫോണ് ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. നമ്മുടെ വിരൽത്തുമ്പിലെ വിസ്മയമാണ്. ഇത് സ്മാർട്ട് ഫോൺ എന്നറിയപ്പെടുന്നു. ധാരാളം ഗുണങ്ങൾ നമുക്ക് ഇത് ചെയ്തു തരുന്നുണ്ട്. അത് ക്യാമറ ആയിട്ട് ഉപയോഗിക്കുന്നു, സമയം അറിയാൻ ഉപയോഗിക്കുന്നു, വഴി അറിയാനായിട്ട് ഉപയോഗിക്കുന്നു, ലേറ്റസ്റ്റ് ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ധാരാളം ഉപയോഗങ്ങൾ സ്മാർട്ട് ഫോണിന് ഇന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ ഫോണ് മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ഇതിന് നമുക്ക് ഒരു അഡിക്ഷൻ ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഈ ഫോണ് പ്രധാനപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ഇത് ബാത്റൂമിൽ കൊണ്ടുപോകും, നമ്മൾ ഇത് ബെഡ്റൂമിൽ ഉപയോഗിക്കും. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പോലും ഒരു കയ്യിൽ പലരും മൊബൈൽ ഫോൺ വെച്ചുകൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഈ ഒരു പുതിയ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് നോമോഫോബിയ, നോ മൊബൈൽ ഫോൺ ഫോബിയ. എൻ്റെ മൊബൈൽ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ എനിക്ക് വലിയ അസ്വസ്ഥതയാണ്. എൻ്റെ ഫോണിന് ചാർജുണ്ടോ, എൻ്റെ ഫോണിൻ്റെ ചാർജ് ആക്കാറ് സമയമായിട്ടുണ്ടോ, ഫോണിൻ്റെ ബാറ്ററി ഓക്കെയാണോ, എനിക്കിപ്പോൾ വല്ല വിളിയും വരുമോ, എനിക്കിപ്പോൾ ഒരു മറുപടി കിട്ടാനുണ്ടല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ, ഒരുതരം ന്യൂറോട്ടിക് ബിഹേവിയർ ഈ മൊബൈൽ ഫോൺ, സ്മാർട്ട് ഫോൺ കൈകാര്യം ചെയ്യുന്നതിൽ ഏതാണ്ട് 53% ആളുകൾക്ക് ഈ ഫോബിയ അല്ലെങ്കിൽ ഈ രോഗം ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ സ്മാർട്ട് ഫോണിനുള്ള ഈ അഡിക്ഷൻ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോമോഫോബിയ. നോ മൊബൈൽ ഫോൺ, എൻ്റെ ഫോണ് എൻ്റെ കയ്യിൽ ഇല്ലെങ്കിൽ ഉള്ള അസ്വസ്ഥതയാണ്.